മറ്റൊരു വാർത്തയിലേക്ക്. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. വെറ്റിലപ്പാറ 15 മുണ്ടമ്മാണിക്ക് സമീപമാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. അതിരപ്പള്ളി ജനതയുടെ കാട്ടാന ഭീതിയുടെ നേർചിത്രം 24 സംഘം പകർത്തുകയാണ്. വെറ്റിലപ്പാറ മുണ്ടമ്മാണിയിൽ നിന്ന് സൂരജ് സജിയും വാർത്താ സംഘവും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സൂരജ് സജി, കാട്ടാന വരുന്ന സ്ഥലത്തു നിന്നൊക്കെ മാറി നിന്നോളൂ. എന്തൊക്കെയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന വിവരങ്ങൾ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വെറ്റിലപ്പാറ 15-ലാണ്. 15-ൽ 7 മണിയോടുകൂടിയാണ് ഈ കാട്ടാന ഇറങ്ങുന്നത്. പക്ഷേ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാകട്ടെ അവരെത്തിയതാകട്ടെ ഒരു 10 മിനിറ്റ് മുമ്പ് മാത്രമാണെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഈ ദൃശ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഇത് ജനവാസ മേഖലയാണ്. അവിടെ നിന്ന് ഈ തോട്ടത്തിലൂടെ കടന്ന് ഈ ജനവാസ മേഖലയ്ക്ക് അരികിലൂടെ, അതായത് തൊട്ടടുത്ത് ഞാൻ നിൽക്കുന്നതിന് ഇടതുവശത്ത് ഈ ഭാഗത്തായിട്ട് വീടുകൾ ഉൾപ്പെടെയുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആ വീടുകളെല്ലാം ഉള്ള മേഖലയിലൂടെയാണ് ഈ ആന കടന്നു പോയിരിക്കുന്നത്. അതിരപ്പള്ളി ജനതയെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് വെറ്റിലപ്പാറ 14, 15 തുടങ്ങിയ മേഖലകളിൽ ഒരാഴ്ചയിലധികമായി ആനയുണ്ട്. പക്ഷേ ഈ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം ഈ മേഖലയിൽ ആന എത്തിയത് വലിയ വാർത്തയായിരുന്നു. ഇന്ന് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലടക്കം ആന എത്തിയതിന്റെ വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ എനിക്ക് പിന്നിൽ അവിടെ ആ ഒരു വെട്ടം കാണാൻ നമുക്ക് ടോർച്ചടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്താണ് നിലവിൽ ആനയുള്ളത്. ഇവിടെ നിന്ന് ഒരു 400 മീറ്റർ അകലെ എന്നുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ RRT സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ ആനയെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. എന്തായാലും ഈ പ്രദേശവാസികൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഈ മേഖലയിലേക്ക് ആന എത്തുകയാണല്ലേ? സ്ഥിരം വരുന്ന ഏരിയയാണ് ആന. വലിയ ഭീതിയിലാണ്. ആ ഭീതിയിലാണ് നാട്ടുകാരെല്ലാം. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇടപെടുന്നുണ്ടോ? ഇടപെടുന്നുണ്ട്, അത്യാവശ്യം ഇടപെടുന്നുണ്ട്. ഇന്നിപ്പോ എപ്പോഴെത്തി? ഇന്നിപ്പോ ഒരു കുറച്ച് നേരമായിട്ട് വന്നിട്ട് 15 മിനിറ്റ് ആയിട്ട് വന്നിട്ട്. അറിയിക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കും. എങ്ങനെയാട്ടെ, എത്രത്തോളം ഭീതിയുണ്ട് നമ്മളെ സംബന്ധിച്ച്? ഇവിടുത്തെ അവസ്ഥ നോക്കുമ്പോൾ വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ തൊട്ട് ആനയാണ്. കുട്ടികൾക്ക് ട്യൂഷന് പോയി വരാൻ പോലും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. കാട്ടാന ശല്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കൃഷി ഒന്നുമില്ല. അപ്പം തന്നെ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായി, ഒന്നുമില്ല. ഒരു വാഴ വയ്ക്കാൻ പറ്റില്ല, നമുക്കൊരു ചേമ്പ് നടാൻ പറ്റില്ല. ഒരു സൗകര്യം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. രാത്രി ആയി കഴിഞ്ഞാൽ കയ്യിലൊരു ടോർച്ചൊക്കെ ഉണ്ട്. ഈ ടോർച്ചൊക്കെ പിടിച്ചിട്ടാണ് ഇവർക്ക് അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? ആ ടോർച്ച് മാത്രമല്ല, നമ്മൾ ഗുണ്ടടക്കം കരുതി കൊണ്ടാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഗുണ്ട് പൊട്ടിക്കും തോറും ആന വയലിനായിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റുകാരോട് ഇത് നിരന്തരം വിളിച്ച് പറഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ ഇതുവരെ ചെയ്തില്ല. സൗരോർജ്ജ വേലി ഇവിടെ സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതേവരെ ആയിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുന്നേ ഇതിപ്പോൾ നടക്കും എന്ന് പറഞ്ഞ സംഭവമാണ് സൗരോർജ്ജ വേലി. ഇതേവരെ നടന്നിട്ടില്ല. അതുപോലെ ഒരു പിഞ്ചു കുഞ്ഞിനെ ചവിട്ടിക്കൊന്ന ഏരിയയാണ് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറം കണ്ണൻകുഴി ആൻമരിയ ഇപ്പം ഇന്ന് അമേയ ആ കൊച്ചുകുട്ടി അന്നൊരു സമരം നടത്തിയതല്ലാതെ ഇവിടെ വനം വകുപ്പ് ഒരു വക ഇതും നോക്കണില്ല. വലിയ പ്രതിഷേധമാണ് ജനങ്ങൾക്കുള്ളിലുള്ളത്. കാരണം ഈ സൗരോർജ്ജ വേലി അടക്കം സ്ഥാപിക്കുമെന്ന് പറഞ്ഞതാണ്, പക്ഷെ ഒന്നും ഉണ്ടായില്ല. മോനെ, പേടിയൊക്കെ ഉണ്ടോ? ഭയങ്കര പേടിയുണ്ട്. അത് ആന ബാക്കിൽ അന്ന് വന്നിട്ടുണ്ടായി മിഞ്ഞാന്ന് വീടിന്റെ ബാക്കിൽ. പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ റോഡിൽ എണ്ണപ്പനയുടെ സൈഡിൽ ആനക്ക് നിൽക്കാറുണ്ട്. പിന്നെ അവിടെ ഇവിടേക്ക് ആയിട്ട് വരാറുണ്ട്. വൈകുന്നേരം പുറത്തിറങ്ങാൻ പേടിയല്ലേ? വൈകുന്നേരം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. വൈകുന്നേരമല്ല, പകൽ തന്നെ ഇപ്പം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ ജീവിക്കുന്നത്. വളരെ ദുരിതത്തിലാണ്. ഇതിനെന്തെങ്കിലും ഇതിൻ്റെ ജനപ്രതിനിധികളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തന്നാൽ ഉപകാരമായിരിക്കും. ഇത് തന്നെയാണ് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ നിന്ന് ഒരു 300-400 മീറ്റർ അകലെയാണ് ആനയുള്ളത്. ആനയെ തുരത്താൻ വേണ്ടി വനംവകുപ്പിന്റെ സംഘമടക്കം അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന ബോധ്യം നമുക്കുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ നിസ്സഹായാവസ്ഥ ഓർക്കുമ്പോൾ ഈ സ്ഥലത്ത് നിൽക്കുന്നതിൽ ഒട്ടും ഭയം തോന്നുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അതിരപ്പള്ളി ജനതയെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോകുന്നു. ഒരു അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, സുരേഷ് സജി, വളരെ കെയർ എടുക്കുക, സൂക്ഷിക്കുക. ആമിനെ പോലുള്ള പ്രേക്ഷകരൊക്കെ സുരേഷ് സജിയോട് പറയാൻ പറയുന്നു, സൂക്ഷിച്ചൊക്കെ നിൽക്കണം എന്ന്. നിങ്ങൾക്ക് അറിയുന്നത് ഈ വെറ്റിലപ്പാറയിലെ മുണ്ടമ്മാണിയിൽ നിന്നാണ് സുരേഷ് സജി തത്സമയം ചേർന്ന് ഈ ആറ്റിലപ്പാറ അതുപോലെ അതിരപ്പള്ളി ഭാഗങ്ങളിലൊക്കെ തന്നെ ജനവാസ മേഖലയിൽ വൈകുന്നേരമായാൽ ആന ഇറങ്ങുന്നു എന്നുള്ള നിരന്തരമായ പരാതികളെ തുടർന്നാണ് സുരേഷ് സജി ഉൾപ്പെടുന്ന വാർത്താ സംഘം വെറ്റിലപ്പാറയിൽ എത്തിയത്. കാരണം 6 മണിയായാൽ റോഡിൽ മിക്കവാറും ആനയുണ്ടാകും. അപ്പോൾ കാട്ടാന ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വൈര ജീവിതം അപകടത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടെ ജനങ്ങൾ കുറേ അധികം കാലമായി അവരുടെ